ഇംഗ്ലണ്ടിൽ സാധാരണ കാണുന്ന ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സ്വിംഗ് പിച്ചുകൾക്ക് പകരമായിട്ട് ഇത്തരം റോഡ് പിച്ചുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വെല്ലുവിളി ഇപ്പോൾ ഇംഗ്ലണ്ട് മനസ്സിലാക്കുന്നുണ്ടാവും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ തോക്കുന്ന എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു മത്സരത്തിൽ പുതിയ ക്യാപ്റ്റനായിട്ട് വന്ന ഗില്ല് നല്ല രീതിയിൽ പ്രഷർ അനുഭവിക്കുന്നുണ്ടെന്ന് വിചാരിച്ചവർക്ക് ശരിക്കും തെറ്റുന്ന രീതിയിലായിരുന്നു ഗില്ലിന്റെ രണ്ടാം മത്സരത്തിലെ പ്രകടനം. ആദ്യ ഇന്നിംഗ്സിലും അതോടൊപ്പം തന്നെ രണ്ടാം ഇന്നിംഗ്സിലും മികവുറ്റ ബാറ്റിംഗ് ആണ് താരത്തിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ശരിക്കും ഇംഗ്ലണ്ട് യാതൊരു രീതിയിലും പ്രഷർ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഗില്ലിനെ. മനോഹരമായിട്ട് സെക്കൻഡ് ഇന്നിംഗ്സിൽ 100+ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു താരം ബാറ്റ് വീശിക്കൊണ്ടിരുന്നത്. ശരിക്കും ഇംഗ്ലണ്ട് കിളി പറത്തിയെന്ന് തന്നെ പറയാം. ഇന്നത്തെ മത്സരത്തിലേക്ക് ഡേ 5 വന്നു കഴിയുമ്പോഴേക്കും നിലവിൽ ഇന്ത്യയുടെ കയ്യിലാണ് ഗെയിമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ഇത്രയും വലിയൊരു മാമത്ത് ടോട്ടൽ ഒരു ദിവസം കൊണ്ട് ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസിയല്ല. പോരാതെ തന്നെ ഇംഗ്ലണ്ടിന്റെ 3 വിക്കറ്റ് ഇന്ത്യ എടുത്തിട്ടുണ്ട്. അതായത് സിറാജ് 1 വിക്കറ്റും അതോടൊപ്പം തന്നെ ആകാശ്ദീപ് 2 വിക്കറ്റും. മികച്ച രീതിയിൽ തന്നെയാണ് സിറാജും ആകാശ്ദീപും ആദ്യ ഇന്നിംഗ്സിലും ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് പ്രസിദ്ധ് കൃഷ്ണയുടെ ബോളിംഗ് സൈഡ്. പലരും പ്രസിദ്ധ് കൃഷ്ണനെ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ആ സ്പെല്ലിൽ അനലൈസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും പ്രസിദ്ധ് കൃഷ്ണ ആദ്യത്തെ സ്പെല്ല് കഴിഞ്ഞ ഇന്നിംഗ്സിൽ എറിഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് ഷോർട്ട് ബോളുകൾ കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് അതിനെ ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ്റെ ഐഡിയ തന്നെ ആയിരിക്കണം അങ്ങനെ ഷോർട്ട് ബോൾ എറിയുക, അത്തരത്തിലുള്ള ഫീൽഡ് പ്ലേസ്മെന്റ് വെക്കുക, ക്യാച്ചസ് വിൻ ചെയ്യുക, വിക്കറ്റ്സ് എടുക്കുക എന്നുള്ളത്. പക്ഷേ ആദ്യത്തെ സ്പെല്ലിൽ ആ ഒരു ഇന്നിംഗ്സിൽ അടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം സ്പെല്ലിൽ പ്രസിദ്ധ് കൃഷ്ണ എറിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം 13 റൺസ് മാത്രമാണ് സെക്കൻഡ് സ്പെല്ലിൽ താരം വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. എക്കോണമിക്കലായിട്ടായിരുന്നു ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ മികച്ച രീതിയിൽ തന്നെയാണ്. ആകെ 6 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വിക്കറ്റ് എടുത്തിട്ടുള്ളത് ആകാശ്ദീപും സിറാജും തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടതാണ് സിറാജിന്റെ പ്രകടനം. കാരണം ബൂംറ ഇല്ലാത്ത ബോളിംഗ് സൈഡ് എന്ന് പറയുന്നത് ആർക്കും ചിന്തിച്ചു പോലും നോക്കാൻ സാധിക്കാത്ത സൈഡായിരുന്നു. പക്ഷേ അവിടെ മികച്ച രീതിയിൽ അദ്ദേഹം ആ ഒരു ബോളിംഗ് സൈഡിനെ ഏറ്റെടുത്ത് കൃത്യമായിട്ട് ബോൾ ചെയ്ത് വിക്കറ്റുകൾ എടുക്കുന്ന കണ്ടു. അതോടൊപ്പം തന്നെ യാതൊരു രീതിയിലും കൂസലില്ലാത്ത രീതിയിലാണ് ആകാശ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇന്ത്യക്ക് മികച്ച രീതിയിൽ തന്നെ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ബോളിംഗ് സൈഡായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിൽ ഇപ്പം രണ്ടാം ഇന്നിംഗ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ KL രാഹുൽ 50, അതോടൊപ്പം തന്നെ ഋഷഭ് പന്ത്, ഇവരൊക്കെ ഇന്നിംഗ്സുകൾ ഭയങ്കര രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മാമത്ത് ടോട്ടൽ തന്നെയാണ്. ഇംഗ്ലണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയും വലിയൊരു ടോട്ടൽ അവിടെ ചേസ് ചെയ്യേണ്ടി വരുമെന്ന്. ഓൾറെഡി അവരുടെ 3 വിക്കറ്റും പോയി. അതിലെടുത്ത് പറയേണ്ടതാണ് റൂട്ടിന്റെ വിക്കറ്റ്. പോപ്പാണ് നിൽപ്പുണ്ട്, എന്നാലും റൂട്ടിന്റെ വിക്കറ്റ് എടുത്ത് വളരെ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ടോട്ടൽ ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസിയല്ല ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച്. ആൻഡ് ഡേ 5 അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തന്നെ കാത്തിരുന്ന് കാണണം. ഓൾമോസ്റ്റ് ഇന്ത്യ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എന്തെങ്കിലും ഇത് വന്നാൽ ഒരു ഡ്രോയിലേക്ക് പോകുമെന്നല്ലാതെ വിജയ സാധ്യതകൾ ഭയങ്കര കൂടുതലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ അഭിപ്രായം കമന്റ് അറിയപ്പെടുന്നത്. ഇറ്റ്സ് മീ ഗോകുലം സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.